السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد، أصبحنا وأصبح الملك لله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. സംശുദ്ധ വ്യക്തിത്വവും ഉന്നതമായ ചിന്തകളും നൽകി അള്ളാഹു നമ്മെ സംതൃപ്തരാക്കുമാറാവട്ടെ. ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സ്വഭാവശുദ്ധിയോടെയും ഉന്നതമായ വ്യക്തിത്വത്തോടെയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ജീവിപ്പിച്ചിട്ടുള്ളത്. ഏതൊരാൾക്കും മാതൃകയാക്കാൻ കഴിയും വിധം, ആരെയും ആകർഷിക്കും വിധം മഹിതമായ സ്വഭാവങ്ങളും ഉന്നതമായ സംസ്കരണ പ്രവർത്തനങ്ങളും നടത്തി മനുഷ്യഹൃദയങ്ങളിൽ അണയാത്ത വെളിച്ചമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടികൊള്ളുകയാണ്. വിനയം മനുഷ്യന്റെ ഉയർച്ചയുടെ സൂചനയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ സദസ്യരായ സഹാബികളോട് പറഞ്ഞു, എന്നെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നാൽ മൻ അറാദ അൻ യതമസ്സല ലഹു നാസു ഫല്യതബവ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും ഒരാൾ തന്നെ മറ്റുള്ളവർ പുകഴ്ത്തണമെന്നും ആദരിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മൻ അറാദ അൻ യതമസ്സല ലഹു നാസ് ഫല്യതബവ മഖഅദഹു മിനൻ നാർ. നരകത്തിൽ അവന്റെ സീറ്റ് അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. അഥവാ മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തോടു കൂടി ഒരാളെ ബഹുമാനിക്കുന്നുവെങ്കിൽ, ആദരിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് മറ്റുള്ളവർ എന്നെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പുകഴ്ത്തണമെന്നും നാം സ്വയം മനസ്സിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു നരകാവകാശിയുടെ ലക്ഷണമാണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇതിനുശേഷം ഒരു സദസ്സിലേക്ക് മഹാനായ നബി തങ്ങൾ കടന്നു വരികയാണ്. അതായത് നബി തങ്ങളെ കാണുമ്പോൾ ആരും എഴുന്നേറ്റ് നിൽക്കരുത് എന്ന വിനയത്തോടു കൂടിയുള്ള അപേക്ഷ അത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി നബി പറഞ്ഞതിന് ശേഷം സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. വേറെ വിഭാഗം ആളുകൾ ബഹുമാനാദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജ്ബതു ലിമൻ ലഹു അഖ്ലു വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നത് എന്റെ കടമയാണ്, എന്റെ നിർബന്ധ ബാധ്യതയാണ്. വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു. നേരായ ഋജുവായ മാർഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഫർളായ ഒരു കാര്യം ഉപേക്ഷിക്കാൻ കഴിയില്ല തന്നെ. മാത്രവുമല്ല, അജിബ്തു, ഞാൻ അത്ഭുതപ്പെടുകയാണ്, ലിമൻ അഖ്ലും വഫഹ്മു, ബുദ്ധിയും തന്റെ ഇടവുമുള്ള ഒരാളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്ഭുതപ്പെടുകയാണ്. യറാ ഹാദൽ ജമാല വലാ യഖൂമു, സൗന്ദര്യത്തിന്റെ നിറകുടവും
ബഹുമാനത്തിന്റെ വളർമ്മയുമായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാതെ അവിടെ തന്നെ ഇരിക്കുക എന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് ചേർന്നതാണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള സഹാബികൾക്ക് എഴുന്നേറ്റ് നിന്ന്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന, എന്നെ കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന കൽപ്പന വിനയം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സ്വയം മനസ്സിൽ നമ്മളെ മറ്റുള്ളവർ ആദരിക്കണം, ബഹുമാനിക്കണം തോന്നാതിരിക്കുകയും അതേ സമയത്ത് നമ്മളിലുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ കാരണമായി മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, അൻത അക്ബർ ഔ ഹുവ അക്ബർ, താങ്കളാണോ വലിയ ആൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലിയ ആൾ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2.5 വയസ്സിന് പ്രായം കൂടുതലുള്ള ആളായിരുന്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഇളാപ്പയാണല്ലോ. അപ്പൊ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞ മറുപടി, വഹുവ അക്ബർ വലാകിൻ അന അസന്നു മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2.5 വയസ്സ്, അല്പം വയസ്സ് പ്രായം എനിക്ക് കൂടുതലുണ്ട്, പക്ഷേ മഹാനായ നബി തന്നെയാണ് ഏറ്റവും മഹാനായ വലിയ വ്യക്തി എന്ന്. അപ്പൊ ഇത്യാദി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദബ് അഥവാ മര്യാദ അത് വലിയ ഒരു ഗുണമാണെന്നും മനുഷ്യന്റെ ഉയർച്ചയുടെ അടിസ്ഥാനമാണ് എന്നും ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം ഉന്നതമായ മൂല്യങ്ങളാണ്, മനുഷ്യ സ്വഭാവങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.